എല്ലാവരും പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഘാട്ട് എന്നൊക്കെ പറയാറുണ്ട്. പശ്ചിമഘട്ടത്തെ തകർത്തതാരാണ്, തകർത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ വളരെ വ്യാപകമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിൽ തന്നെ ആയിരിക്കും. എന്താണ് ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെടുത്തി നടക്കുന്ന പാരിസ്ഥിതിക ചർച്ചകളുടെ പിന്നാമ്പുറം എന്ന് അന്വേഷിക്കുന്നത് വളരെ രസകരമായിരിക്കും. രണ്ടാം ലോകമഹായുദ്ധം നടന്നതിന് ശേഷം 1945 ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചു. ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചതിന് ശേഷം ഐക്യവും സമാധാനവും വലിയ ചർച്ചകളായി. 50കളിൽ അമേരിക്കയിൽ രാസവളവും കീടനാശിനികളും ഉപയോഗിക്കുന്നതിനെതിരെ ചില ചിന്തകൾ രൂപപ്പെട്ടു. 62ൽ അമേരിക്കയിലെ പാരിസ്ഥിതിക ചിന്തകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് ആശയക്കാരനായ മുറേ ബുക്സിൻ ലൂയിസ് ഹെർബർ എന്ന അമരനാമത്തിൽ നമ്മുടെ കൃത്രിമ പരിസ്ഥിതി, അവർ സിന്തറ്റിക് എൻവയോൺമെന്റ് എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തുടർന്നൊരു യുദ്ധത്തിനും കോളനിവൽക്കരണത്തിനുമുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ രാജ്യങ്ങൾ മറ്റ് തന്ത്രങ്ങളും രീതികളും അവലംബിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ഖനികളും അറേബ്യൻ രാജ്യങ്ങൾ എണ്ണയുമെല്ലാം എടുക്കുന്നതിനുള്ള പരിമിതിയും രൂപപ്പെട്ടപ്പോൾ ചിത്രം പിന്നെയും മാറി. യുദ്ധോപകരണങ്ങൾക്ക് വേണ്ടത്ര മാർക്കറ്റില്ലാതെ വന്നപ്പോഴാണ് അലോപ്പതി മരുന്നുകൾ, കീടനാശിനികൾ, രാസവളങ്ങൾ എന്നിവ വ്യാപകമായി ഗവേഷണത്തിലൂടെ കണ്ടെത്തുവാൻ തീരുമാനിച്ചത്. 1962 തന്നെ അമേരിക്കയിലെ ശാസ്ത്രജ്ഞയും എഴുത്തുകാരിയുമായ റേച്ചൽ കഴ്സന്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകം വന്നു. ഇവിടെ കിളികൾ ചലിക്കുന്നില്ല, പാടുന്നില്ല, വസന്തം നശിച്ചുപോയി എന്ന് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് അവർ എഴുതി. ആ കാലഘട്ടത്തിൽ അത് വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു പുസ്തകമായിരുന്നു. അതിനും കുറച്ചു മുമ്പ് 1662 റോയൽ സൊസൈറ്റിയിലെ ജോൺ എവലിൻ സിൽവ വനങ്ങളുടെ വ്യത്യാസങ്ങൾ, മരങ്ങളും തടികളുടെ വിസ്താരം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഹാൻസ് കോൾവൻ കാർലോസ് വിറ്റ്സ് 1713 വനങ്ങളെക്കുറിച്ച് 400 പേജുള്ള ഒരു പുസ്തകവും തയ്യാറാക്കിയിരുന്നു. 1949 വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റിയിലെ ആൽഡോ ലിയോസ്പോൾഡ് തയ്യാറാക്കിയ എ സാൻ കൺട്രി അൽമാൻസ്ക് എന്ന പുസ്തകത്തിൽ ഭൂമിയുടെ നൈതികതയെയും ആചാര സന്മാർഗത്തെയും കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 62ലും 70 വരെ നടന്ന പല ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ 1968 ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭയുടെ ഇക്കോസോക്ക് അഥവാ സാമ്പത്തിക സാമൂഹിക കൗൺസിൽ 1346 പ്രമേയമായി ഒരു കാര്യം പാസാക്കി. അതിനുശേഷം 1969 UN അസംബ്ലി, ഐക്യരാഷ്ട്രസഭയുടെ അസംബ്ലി 2298 ഐറ്റമായി 1972 സ്റ്റോക്ക്ഹോം സമ്മേളനം തീരുമാനിച്ചു. അങ്ങനെ 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ മനുഷ്യ പരിസ്ഥിതിയെക്കുറിച്ചും ഹ്യൂമൻ എൻവയോൺമെന്റും അല്ലെങ്കിൽ ഹ്യൂമൻ എൻവയോൺമെന്റ് എന്ന കൺസെപ്റ്റിൽ പരിസ്ഥിതിയെയും മനുഷ്യരെയും കുറിച്ചുള്ള ആദ്യ സമ്മേളനം ചേർന്നു. ആ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ പങ്കെടുത്തിരുന്നത്. അവരുടെ പ്രസംഗം വളരെ ചരിത്രപരമായ സംഭവമായിരുന്നു. അതിൽ കിഴക്കൻ ജർമ്മനി പങ്കെടുത്തില്ല. അവരെ പങ്കെടുപ്പിക്കാത്തതിനാൽ USSRും വാഴ്സാ ഉടമ്പടി രാജ്യങ്ങളും ബഹിഷ്കരിച്ചു. ബ്രൾസ് ഗ്രൂപ്പ് രാജ്യങ്ങളായ ബ്രിട്ടനും അമേരിക്കയും ഇറ്റലിയും ബെൽജിയവും ഫ്രാൻസും നെതർലാൻഡ്സും എല്ലാം അത് ബഹിഷ്കരിച്ചു. എങ്കിലും മറ്റു രാജ്യങ്ങൾ പങ്കെടുത്തു. ആ സമ്മേളനം നടന്നിട്ട് 50 വർഷം കഴിയുന്നു. 52 വർഷമാകുന്നു. ആ സമ്മേളനത്തിൽ മുഴുവൻ സമയവും പങ്കെടുത്തിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നപ്പോൾ, ഭാരതത്തിലെത്തിയപ്പോൾ അവർക്കുണ്ടായ പാരിസ്ഥിതിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ അടിയന്തരമായി ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷനെ വിളിച്ചുകൂട്ടുകയും അവിടെ വെച്ചിട്ട് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന, വെസ്റ്റേൺ ഭാഗത്ത് കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളെയും ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിൽ കിടക്കുന്ന ഈസ്റ്റേൺ ഹില്ലുകളെയും സംരക്ഷിക്കുവാനുള്ള ഹിൽ ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റിയും വെസ്റ്റേൺ ഘാട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ 72 മുതൽ കേരളത്തിലും പശ്ചിമഘട്ട വികസന പരിപാടികൾ ആരംഭിച്ചു. ഇനി എന്താണ് പശ്ചിമഘട്ടം? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന, എന്നാൽ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന
മലനിരകളും അവയോട് ചേർന്ന പ്രദേശങ്ങളുമാണ് പശ്ചിമഘട്ടം. ഇത് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടാണ് കിടക്കുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്ത് എന്നുള്ള രീതിയിൽ വടക്ക് താപ്തി നദി മുതൽ തെക്ക് കന്യാകുമാരി ജില്ല വരെ വ്യാപിച്ചു കിടക്കുന്ന 1600 കിലോമീറ്റർ പ്രദേശമാണ് പശ്ചിമഘട്ട മേഖല. 1,39,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പശ്ചിമഘട്ടത്തിൽ 134 താലൂക്കുകൾ ഉൾപ്പെടുന്നു. കേരളത്തിന്റെ പ്രകൃതി സമ്പത്തുക്കളുടെ കലവറ എന്ന നിലയിലും കാലാവസ്ഥാ നിയന്ത്രണ വിഭാഗം എന്ന രീതിയിലും ഭൗതിക പ്രത്യേകതകളിലും സവിശേഷത നിലനിർത്തുന്ന ഭൂപ്രദേശമാണ് പശ്ചിമഘട്ടം. കേരളത്തിന്റെ 72% ഭൂപ്രദേശവും 50% ജനസംഖ്യയും പശ്ചിമഘട്ടത്തിലാണ് താമസിക്കുന്നത്. നിർഭാഗ്യവശാൽ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് പഞ്ചായത്തുകൾ മാത്രമാണെന്ന് മനുഷ്യർ ധരിച്ചിട്ടുണ്ട്. 534 പഞ്ചായത്തുകൾ പശ്ചിമഘട്ട പ്രദേശത്ത് വരും എന്ന് നാം തിരിച്ചറിയണം. മഹാരാഷ്ട്രയിലെ ദുളയിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ അഗസ്തീശ്വരം താലൂക്ക് വരെ നീളുന്ന പശ്ചിമഘട്ട മലനിരകൾ ശരാശരി 950 മീറ്റർ ഉയരമുണ്ട്. ഹിമാലയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള ആനമുടി 2817.06 മീറ്റർ പൊക്കമുള്ള മലനിരകൾ പശ്ചിമഘട്ടത്തിലാണ്. പശ്ചിമഘട്ടത്തെ സഹ്യാദ്രി എന്നും നാം വിളിക്കപ്പെടുന്നു. നിമ്നോന്നതമായ ഭൂമി പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ചെറു ചരിവ് മുതൽ ചെങ്കുത്തായ ചരിവ് വരെയുള്ള പ്രദേശങ്ങൾ കാണപ്പെടുന്നു. 100 മുതൽ 2700 മീറ്റർ വരെ ഉയര വ്യത്യാസമുണ്ട്. നിരവധി ചുരങ്ങൾ പശ്ചിമഘട്ടത്തിന്റെ കേരള മേഖലയിലുണ്ട്. പാലക്കാട് ചുരവും അത് തമിഴ്നാട്ടിലേക്ക്, പെരുമ്പാടി ചുരം അത് കൂർഗിലേക്ക്, പെരിയപുരം ചുരം അത് മൈസൂറിലേക്ക്, കർക്കൂർ ചുരം നീലഗിരിയിലേക്ക്, ആര്യങ്കാവ് ചുരം തമിഴ്നാട്ടിലേക്ക്, ബോഡിനായ്ക്കൂർ ചുരം മധുരയിലേക്ക്, തേവാരം ചുരം ഏലക്കാടുകൾ വഴി, കമ്പം ചുരം മധുരയിലേക്ക്, കുമിളി ചുരം തമിഴ്നാട്ടിലേക്ക്, ആറാംപള്ളി ചുരം തമിഴ്നാട്ടിലേക്ക്, താമരശ്ശേരി ചുരം, ചെങ്കോട്ടപുര ചുരം, കൊട്ടാച്ചിമല ചുരം, തിരുക്കുറംകുടി, ബിർളാൻ ചുരം, ഏതമല ചുരം എന്നിവയാണ് പ്രധാന ചുരങ്ങൾ. ആനമല, തെന്മല, അഗസ്ത്യമല, ഷോലമല, ദേവിമല, ചൊക്കൻമുടിമല, പെരുമ്പതിമല, വാഗസായിമല, അല്ലിമല, ഇരവിമല, കാട്ടുമല, ഡസ്രത്ത് മല, കോണ്ടുംപാറമല, പാമ്പാടും ചോലമല തുടങ്ങിയ നിരവധി കുന്നിൻ മലകളും ഈ മേഖലയിലുണ്ട്. പാലക്കാടൻ ചുരം പശ്ചിമഘട്ടത്തെ രണ്ടായി വേർതിരിച്ചിരിക്കുന്നു. വടക്ക് ഭാഗത്തെ മലനിരകളെ നീലഗിരി എന്നും തെക്ക് ഭാഗത്തെ ആനമലയെന്നും വിളിക്കപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകെ നീളം 1600 കിലോമീറ്റർ. ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ പ്രദേശങ്ങളിൽ ഗോദാവരിയും കൃഷ്ണയും കാവേരിയും പെരിയാറുമെല്ലാം ഈ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നദികളാണ്. കേരളത്തിലെ 44 നദികളിൽ ബഹുഭൂരിപക്ഷം നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. ഏകദേശം 17,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വനപ്രദേശം പശ്ചിമഘട്ടത്തിനുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ നേതൃത്വത്തിൽ പശ്ചിമഘട്ട വികസന സെല്ലുകൾ ആരംഭിച്ചു. കേരളത്തിലും പശ്ചിമഘട്ട വികസന സെൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസൂത്രണ സാമ്പത്തികകാര്യ വകുപ്പിന്റെ കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അവിടെ നിന്ന് കേരളത്തിലെ പശ്ചിമഘട്ട മേഖലയിലെ 534 പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലെ ജനങ്ങളെ പരിസ്ഥിതിയെ കൂടെ സംരക്ഷിച്ചുകൊണ്ട്, ആവാസ വ്യവസ്ഥകളെ സംരക്ഷിച്ചുകൊണ്ട്, മലനിരകളെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ വികസനം നടപ്പിലാക്കാം എന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നീർത്തടാധിഷ്ഠിത വികസന കാഴ്ചപ്പാടിലായിരുന്നു പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ കാലാവസ്ഥ പീഠഭൂമിയിൽ നിന്നുള്ള വരണ്ട കാറ്റ് കേരളത്തിലെത്താതെ തടഞ്ഞു നിർത്തുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. ഉഷ്ണമേഖല കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ സ്വാധീനത്താലാണ് നമുക്ക് ഇത്രയധികം നല്ല മഴ, ഓറോഗ്രാഫിക് റെയിൻഫാൾ ലഭിക്കുന്നത്. പശ്ചിമഘട്ടം നമുക്കുള്ളത് കൊണ്ടാണ് കടലിൽ നിന്ന് വരുന്ന നീരാവിയെ തടഞ്ഞു നിർത്തി വലിയ മഴ കേരളത്തിന്റെ പശ്ചിമഘട്ട തീരത്ത് ലഭിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പശ്ചിമഘട്ട മലനിരകളുടെ വികസനം എന്ന് പറയുന്നത് കേവലം വികസനം ആയിരുന്നില്ല, അതിൻ്റെ പരിസ്ഥിതി പുനരുജ്ജീവനവും പരിസ്ഥിതി പരിപാലനവുമായിരുന്നു. അതുകൊണ്ട് തന്നെ നീർത്തടാധിഷ്ഠിത വികസന കാഴ്ചപ്പാടിലായിരുന്നു കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്.
ആ പ്രദേശത്തെ ജനങ്ങളുടെ സമ്പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി പങ്കാളിത്ത വിഭവ പഠന പ്രവർത്തനങ്ങൾ നടത്തി ആ പ്രദേശത്തെ ജനങ്ങളെ മണ്ണു ജല ജൈവ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജ്ജമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അങ്ങനെ മണ്ണു ജല ജൈവ സംരക്ഷണ പ്രവർത്തനങ്ങളെ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയാം. നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ ആ ജനതയ്ക്ക് പിന്നെ വരുന്നത് ഇൻകം ജനറേറ്റീവ് ആയിട്ടുള്ള വരുമാന വർധന പരിപാടികൾ, ചെറുകിട തൊഴിലുകൾ, അങ്ങനെ തുടങ്ങി വലിയ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ മണ്ണ് ജല ജൈവ സംരക്ഷണ പ്രവർത്തനങ്ങൾ വേണ്ടത്ര മുന്നോട്ട് പോയില്ല. കേരളത്തിൻ്റെ പൊതുവികസന രംഗത്ത് കാണുന്ന കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഹോബി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാനിയ ഉള്ളൊരു സമൂഹമാണ് നമ്മൾ. എന്ത് വികസന പ്രവർത്തനം പറഞ്ഞാലും അവസാനം കൺസ്ട്രക്ഷനിലേക്ക് എത്തും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ. ആട്, കോഴി, തയ്യൽ മെഷീൻ തുടങ്ങിയ വസ്തുക്കൾ കൊടുക്കുക, കൺസ്ട്രക്ഷൻ നടത്തുക. വീടിൻ്റെ കൺസ്ട്രക്ഷൻ, കക്കൂസിൻ്റെ കൺസ്ട്രക്ഷൻ, റോഡിൻ്റെ കൺസ്ട്രക്ഷൻ, പാലങ്ങളുടെയും തോടുകളുടെയും ഒക്കെ വശം കെട്ടിയുള്ള കൺസ്ട്രക്ഷൻ. അങ്ങനെ കൺസ്ട്രക്ഷനാണ് നമ്മളുടെ ഒരു മാനിയ. ആ കൺസ്ട്രക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൊണ്ട് പലപ്പോഴും കൺസർവേഷൻ എന്ന വാക്ക് നാം പ്രയോജനപ്പെടുത്തിയില്ല. അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങളും കോറിയുടെ പ്രവർത്തനങ്ങളും മറ്റൊരുപാട് പ്രവർത്തനങ്ങൾ പശ്ചിമഘട്ട വികസന മേഖലയിൽ നടന്നു. ബഹുവിളകളെ മാറ്റി നാം ഏകവിളകളാക്കി മാറ്റി. ഒരുപാട് കാർഷിക ഇടപെടലുകൾ നടന്നു. ഒരു വശത്ത് കർഷകരുടെ കുടിയേറ്റമുണ്ടായി. നാട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടായപ്പോൾ രാജ്ഞിയുടെ കാലത്ത് രാജ്ഞി തന്നെയാണ് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചത്. പിന്നെ വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളും കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കുടിയേറ്റത്തോടൊപ്പം തന്നെ കയ്യേറ്റവും റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളും ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടായി. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാം. ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് പശ്ചിമഘട്ട മലനിരകൾ എന്നാൽ എന്താണ്? അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള കേരളത്തിൻ്റെ കിഴക്കൻ മലകളെ, സഹ്യാദ്രിയാണ് നാം പശ്ചിമഘട്ടം എന്ന് വിളിക്കുന്നത്. ആ പശ്ചിമഘട്ടമുള്ളത് കൊണ്ടാണ് കേരളത്തിന് ഇത്ര പ്രകൃതിയുടെ സ്വന്തം ദേശമായ, ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഒരു ഏറ്റവും നല്ല ഭൂമി നമുക്ക് ഉണ്ടായത്.